ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഹോമിയോപ്പതി ഗവേഷണത്തിന് 21ാം നൂറ്റാണ്ടിൽ കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും. 94 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 10 രാജ്യസഭാംഗങ്ങൾ ഇന്ന് പാർലമെന്റിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മദ്യനയ അഴിമതി കേസിലെ അറസ്റ്റിൽ ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെ ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചു. IPL-ൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ISL-ൽ പഞ്ചാബ് FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോമിയോപ്പതി ഗവേഷണത്തിന് 21ാം നൂറ്റാണ്ടിൽ കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തെ ജനകീയമാക്കുന്നതിലും അതിന്റെ വളർച്ചയും സ്വീകാര്യതയും ഉറപ്പാക്കുന്നതിലും ഗവേഷണം നിർണായകമാകുമെന്നും ശ്രീമതി മുർമു ചൂണ്ടിക്കാട്ടി. ലോക ഹോമിയോപ്പതി ദിനാഘോഷവും ന്യൂഡൽഹിയിലെ യശോഭൂമി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സിംബോസിയവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കേന്ദ്ര ഹോമിയോപ്പതി ഗവേഷണ കൌൺസിലാണ് ദ്വിദിന സിംബോസിയം സംഘടിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീർ, ദാദ്ര നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 മണ്ഡലങ്ങളിലേക്കാണ് 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 10 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJPയുടെ മായങ്ക് ഭായ് ജയദേവ് ഭായ് നായക്, ശിവസേനയുടെ മിലിന്ദ് മുരളി ദേവ്ര, കോൺഗ്രസിന്റെ രേണുക ചൌധരി, സമാജ്വാദി പാർട്ടിയുടെ രാംജി ലാൽ സുമൻ, തൃണമൂൽ കോൺഗ്രസിന്റെ സാഗരിക ഘോഷ് എന്നിവരാണ് പുതിയ MPമാർ. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെ വെല്ലൂർ, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ലോകത്തെ മുൻനിര ശക്തിയായി വളർന്നു വരികയാണെന്നും ഇതിൽ തമിഴ്നാട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ മേഖലയിലും ഉൽപാദന രംഗത്തും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തമിഴ്നാടിന്റെ കഠിനാധ്വാനമുണ്ടെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19 ആദ്യഘട്ടത്തിൽ നടക്കും. മദ്യനയ അഴിമതി കേസിൽ തന്നെ അറസ്റ്റ് ചെയ്ത ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെ ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി അടിയന്തരമായി കേൾക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. വിഷയം ഇന്ന് പരിഗണിക്കുമോ എന്ന കാര്യം സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടില്ല. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് മുമ്പാകെയാണ് കേസ് പരിഗണിച്ചത്. ഒരു ഇമെയിൽ അയക്കാനും കോടതി ഇക്കാര്യം പരിശോധിക്കുമെന്നും വാദം കേൾക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ അഭിഭാഷകനോട് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. അതിനിടെ മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ഡൽഹിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയുടെ നേതൃത്വത്തിലാണ് പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഡൽഹി സാമൂഹ്യക്ഷേമ മന്ത്രി രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനവും ആം ആദ്മി പാർട്ടി അംഗത്വവും രാജിവെച്ചു. പാർട്ടി അഴിമതിയിൽ കുടുങ്ങിയതിനാൽ തനിക്ക് അവിടെ തുടരാൻ കഴിയില്ലെന്ന് രാജ്കുമാർ ആനന്ദ് മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയം മാറുന്നതോടെ രാജ്യം മാറുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നുവെന്നും എന്നാൽ രാഷ്ട്രീയം മാറിയിട്ടില്ലെന്നും രാഷ്ട്രീയക്കാർ മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദളിത് MLA-മാരെയും കൌൺസിലർമാരെയും മന്ത്രിമാരെയും AAP ബഹുമാനിക്കുന്നില്ലെന്നും ശ്രീ ആനന്ദ് ആരോപിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, ആദായ നികുതി തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ സർക്കാർ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഉപയോഗിക്കുകയാണെന്ന് കോൺഗ്രസ് വക്താവ് അഭിഷേക് മനു സിംഗ്വി. രാഷ്ട്രീയക്കാർക്കെതിരായ കേസുകളിൽ പ്രതിപക്ഷ നേതാക്കളുടെ പേരുകളാണ് കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പുതിയ പട്ടിക പുറത്തിറക്കി BJP. 9 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പാർട്ടി പുറത്തുവിട്ടത്. ബാലിയ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രാജ്യസഭാ MP നീരജ് ശേഖർ, അലഹാബാദിൽ നിന്ന് നീരജ് ത്രിപാഠി, മെയിൻപുരിയിൽ നിന്ന് ജയവീർ സിംഗ് താക്കൂർ എന്നിവർ മത്സരിക്കും. സഞ്ജയ് ടാണ്ടൻ ചണ്ഡിഗഡിൽ BJP സ്ഥാനാർത്ഥിയാകും. അസൻസോളിൽ നിന്ന് SS അഹ്ലുവാലിയ മത്സരിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലഘുലേഖകളും മറ്റും അച്ചടിക്കുന്ന പ്രിന്റിംഗ് യൂണിറ്റുകളുടെയും പ്രസാധകരുടെയും വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. പേരുവിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താതെ അച്ചടിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് നടപടി.
ഹരിയാനയിലെ ജനനായക് ജനതാ നേതാവ് സത്യേന്ദർ റാണ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പാർട്ടി അധ്യക്ഷൻ അജയ് സിംഗ് ചൌട്ടാലയ്ക്ക് അദ്ദേഹം രാജിക്കത്തയച്ചു. കൈതാൽ ജില്ലയിലെ രജൌത് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 2 തവണ നിയമസഭാംഗമായ നേതാവാണ് അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിലെമ്പാടുമായി 2122 ക്യാമറകൾ ഉപയോഗിച്ച് തത്സമയ നിരീക്ഷണം നടത്തിവരുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. സുതാര്യവും സുരക്ഷിതവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് തത്സമയ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വ്രതശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിന്റെയും പുണ്യദിനമായി വിശ്വാസികൾ ഇന്ന് റമദാൻ ആഘോഷിക്കുന്നു. രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. UAE ഉൾപ്പെടെ ഗൾഫ് നാടുകളിലും ഇന്നാണ് ഈദ് ഉൽ ഫിത്തർ. UAEയിലെ പൊതുമേഖലാ ജീവനക്കാർക്ക് ഈദ് ആഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം 8 മുതൽ 14 വരെ അവധിയാണ്. ISL ഫുട്ബോളിൽ ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് FC ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. മേടമാസ പൂജകൾക്കും വിഷു പൂജകൾക്കുമായി ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രനട തുറന്നു. ഇന്ന് വൈകുന്നേരം 5-ന് ക്ഷേത്രതന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്ന് ദീപങ്ങൾ തെളിയിച്ചു. മേടം 1 ഏപ്രിൽ 14 പുലർച്ചെ 3-ന് നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഏപ്രിൽ 18-ന് നടയടയ്ക്കും. പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആദാമിന്റെ വാരിയല്, പഞ്ചവടിപ്പാലം, 3-ാം പക്കം, തൂവാനത്തുമ്പികൾ, സുഖമോ ദേവി, മാളൂട്ടി തുടങ്ങി 30-ൽ പരം ചിത്രങ്ങളുടെ നിർമ്മാണവും വിതരണവും നിർവഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനും ആയിരുന്നു അദ്ദേഹം. നാളെ പൊതുദർശനത്തിന് ശേഷം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും. കേരളത്തിൽ അന്തരീക്ഷ താപനില ഉയരുന്നു. പാലക്കാട് താപനില 41 ഡിഗ്രി സെൽഷ്യസിലെത്തി. തീരദേശത്തും ഉൾപ്രദേശത്തും ഇന്ന് ചൂട് ക്രമാതീതമായി ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ട്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് 40 മുതൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. വോട്ട് രേഖപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷകൾ എഴുതുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വിരലിൽ മഷി പുരട്ടുന്നതിനാൽ അത് പരീക്ഷയിൽ വിലക്കേർപ്പെടുത്തുന്നതിന് കാരണമാകുമെന്ന രീതിയിലായിരുന്നു പ്രചാരണം. വിദ്യാർത്ഥികൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 98% പരാതികളും മഹാരാഷ്ട്ര പരിഹരിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇക്കാര്യത്തിൽ 3-ാം സ്ഥാനത്താണ് മഹാരാഷ്ട്ര. പരാതി പരിഹരിക്കുന്നതിൽ നാഗാലാൻഡാണ് 1-ാം സ്ഥാനത്ത്, ഗുജറാത്ത് 2-ാമതും. മഹാരാഷ്ട്രയിൽ നിന്ന് വെബ്സൈറ്റ് വഴി കമ്മീഷൻ 14,753 പരാതികൾ സ്വീകരിച്ചു. അതിൽ 14,368 കേസുകൾ ഫലപ്രദമായി പരിഹരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാഗാലാൻഡിൽ 18 പരാതികളും ഗുജറാത്തിൽ 7,124 പരാതികളും ലഭിച്ചു. ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 22 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി രാഷ്ട്രീയ ജനതാദൾ. പാർട്ടി മുതിർന്ന നേതാവ് ലാലു പ്രസാദിന്റെ മക്കളായ മിസ ഭാരതി, രോഹിണി ആചാര്യ എന്നിവർ പാടലിപുത്ര, സാരൺ എന്നിവിടങ്ങളിൽ നിന്ന് മത്സരിക്കും. സംസ്ഥാനത്തെ 23 മണ്ഡലങ്ങളിലാണ് ലാലു പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള RJD മത്സരിക്കാൻ ധാരണയായിട്ടുള്ളത്. പശ്ചിമ ബംഗാളിനെ തൃണമൂൽ കോൺഗ്രസ് അഴിമതി നിറഞ്ഞ സംസ്ഥാനമാക്കി മാറ്റിയെന്ന് മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ. ബലുർഘട്ട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സുകാന്തോ മജുംദാറിനെ പിന്തുണച്ച് പതർഘട്ടയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഹോമിയോപ്പതി ഗവേഷണത്തിന് 21-ാം നൂറ്റാണ്ടിൽ കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3-ാം ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും. 94 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 10 രാജ്യസഭാംഗങ്ങൾ ഇന്ന് പാർലമെന്റിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മദ്യനയ അഴിമതി കേസിലെ അറസ്റ്റിൽ ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെ ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. IPLൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ISLൽ പഞ്ചാബ് FC ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.